ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു D3 സോൺ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹോം മെയ്ഡ് ഫ്രൂട്ടി നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ അതിന് ആദ്യം നമുക്ക് വേണ്ടത് നല്ല ഫ്രഷ് ആയിട്ടുള്ള മാംഗോ പൾപ്പും പിന്നെ പഞ്ചസാരയും പിന്നെ കുറച്ച് ലൈം ജ്യൂസാണ്. അപ്പോൾ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം മിക്സിയുടെ ജാറിലോട്ട് മാംഗോ പൾപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ മാംഗോ കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് അടിച്ചത്. അതിനുശേഷം നമുക്ക് നല്ല അടി കട്ടിയുള്ളൊരു പാത്രത്തിൽ അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് ഒരു ബൗൾ പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്കിത് ചെയ്യാം. അപ്പോൾ വീട്ടിൽ ഇപ്പം മാംഗോ ഒക്കെ കിട്ടുന്ന ടൈമാണല്ലോ. അപ്പോൾ വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുന്നേക്കാളും എന്തുകൊണ്ട് സേഫായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ വെള്ളം തിളയ്ക്കാറാവുമ്പോഴാണ് നമ്മളിങ്ങനെ പൾപ്പ് ആഡ് ചെയ്ത് കൊടുക്കണ്ടേ. അപ്പോൾ ഏതാണ്ട് വെള്ളം തിളയ്ക്കാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ചിട്ടുള്ള മാംഗോ പൾപ്പ് നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പം ഞങ്ങളുടെ കുറച്ച് കട്ടിയുണ്ട് മാംഗോ പൾപ്പ്, കാരണം ഞങ്ങളത് ഫ്രീസറിലായിരുന്നു വെച്ചോർന്നേ. അപ്പം അതിൻ്റെ ഒരു കട്ടീൻ്റെ അടിച്ചപ്പോൾ 2 ദിവസം മുന്നേ കിട്ടിയ മാംഗോ ആയിരുന്നു. അപ്പം ഫ്രീസറിലാണ് വെച്ചത്, സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് എപ്പോഴും ഇളക്കി കൊടുക്കുക, അല്ലാതെ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. എന്നിട്ട് തിളച്ച് വരാറാവുമ്പോൾ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. എന്നിട്ട് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് അരിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് അരിച്ചെടുക്കാം. നമുക്ക് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. അല്ല നമുക്ക് അപ്പം തന്നെ ഡ്രിങ്ക് ആക്കണമെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ ഇത് സ്റ്റോർ ചെയ്ത് വെക്കാം, കുഴപ്പമൊന്നുമില്ല. നമ്മൾ യാതൊരു വക പ്രിസർവേറ്റീവ്സോ വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് സേഫായിട്ട് വീട്ടിൽ ചെയ്തെടുത്തതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്തിട്ട് കമൻറ്റ് സെക്ഷനിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാം ID ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഞാൻ എന്തായാലും ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം. അതുപോലെ നമ്മളെ കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടേക്ക് കെയർ.